ഹരേ കൃഷ്ണ. നമുക്ക് എന്തായാലും തുടങ്ങാം. ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ ഇതില്ലാന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ ഇന്നലെ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അതായത് ഒന്നും രണ്ടും ശ്ലോകങ്ങളൊന്ന് ചുരുക്കി പറയാനായിട്ട് നോക്കാം. അതായത് നമ്മള് ഈ ഒരു അധ്യായത്തിൽ പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞ ഈ ഒരു അധ്യായത്തില് ഭൗതിക ലോകത്തിനെ ഒരു എന്താണ് തലകീഴായിട്ടുള്ള ഒരു വൃക്ഷത്തോടാണ് ഭഗവാൻ ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ആൽമരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. തലകീഴായിട്ടുള്ള ഒരു ആൽമരത്തോടാണ് ഭൗതിക ലോകത്തിന് ഉപമിച്ചിരിക്കുന്നത്. അതിന്റെ വേരുകൾ എങ്ങോട്ടാണ്? മേലോട്ടേക്കാണ്. അതുപോലെ ഇലകൾ എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ്. ഈ ഒരു മരത്തെ അറിയുന്നവനെ ഭഗവാൻ വേദവിത്ത് അഥവാ വേദജ്ഞൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു മരം എന്താണ്? ഒരിക്കലും നശിക്കാത്ത മരമാണ്. അപ്പൊ അതിനെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം എടുത്തത്. അതായത് ഒരു ആൽമരം. ആൽമരം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ദൃഢമായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ ഒരു മരം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മിക ലോകമാണ്. അത് എപ്പോഴും ശാശ്വതമായിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്ന നിഴൽ, അല്ലെ? ഈ വെള്ളത്തിൽ കാണുന്ന ഈ ഒരു നിഴൽ എന്ന് പറയുന്നതാണ് ഭൗതിക ലോകം. അതെന്താണ്? അശാശ്വതമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. പിന്നെ അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ലഭിക്കുന്നതൊക്കെ തന്നെ എന്താണ്? ടെമ്പററി ആണ്. ഒന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല. അതേ അതേ ഒരു അതിപ്പോ സ്നേഹമായാലും ബന്ധങ്ങളായാലും നമുക്ക് ശാശ്വതമായിട്ട് വേണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത്രയും കാര്യമാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ കുറച്ചും കൂടെ ഇതിന്റെ ഈ മരത്തെ ഒന്നും കൂടെ വിവരിക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. ഇതില് ഫസ്റ്റത്തെ ആ ഒരു ലൈനിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റത്തെ ലൈനിൽ പറയുന്നത് അതേശാർദ്ധം പസ്രുതാസ്ത തശ. അതായത് ഇതിന്റെ വൃക്ഷത്തിനെ കുറിച്ച്, ആ വൃക്ഷത്തിന്റെ ശാഖകളെ കുറിച്ച് പറയുണ്ടായിരുന്നു. ശാഖകൾ എന്ന് പറയുന്നത് എന്താണ്? മേലോട്ടും താഴോട്ടും ആയിട്ട് കിടക്കുന്നതാണ്. അപ്പം ആ ഒരു മേലോട്ടും താഴോട്ടും എന്ന് പറയുന്നത് എന്താണ്? ഉപരിലോകങ്ങളെയും താഴെയുള്ള ലോകങ്ങളെയാണ് കാണിക്കുന്നത്. ഈ ഒരു നിഴലായിട്ട് ഉള്ള ഒരു വൃക്ഷം, അതായത് തലകീഴായിട്ടുള്ള വൃക്ഷത്തിലെ ശാഖകള് മേലോട്ടും താഴോട്ടുമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഉപരിലോകങ്ങളെയും താഴോട്ടുള്ള ലോകങ്ങളെയാണ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ ഈ ഒരു വൃക്ഷത്തിന് ഗുണപ്രവൃദ്ധ, ഇതിനെ പോഷിപ്പിക്കുന്നത് എന്താണ്? വിഷയസുഖങ്ങളാണ്, ത്രിഗുണങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സത്വരജ തമോ ഗുണത്തിന്റെ ആ ഒരു ഈ ഗുണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിനെ പോഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? അപ്പൊ ആ ഒരു ഈ ഒരു ത്രിഗുണങ്ങളിൽ നിന്നും മുക്തി, അതായത് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുള്ള മാർഗവും നമ്മൾ പറഞ്ഞിരുന്നു. നല്ല കർമ്മവും മാറ്റണം, ചീത്ത കർമ്മവും മാറ്റണം. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് ഉപരിലോകങ്ങളിലേക്ക് അഥവാ ഉയർന്ന ശാഖകളിലേക്ക് പോകുന്നു. പക്ഷെങ്കില് അതിനും ഒരവസാനമുണ്ട്. അതിന്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ താഴേക്ക് പതിക്കുന്നു. അതുപോലെ ചീത്ത കർമ്മങ്ങൾ അഥവാ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ താഴ്ന്ന ശാഖകളിലേക്ക് അഥവാ താഴ്ന്ന ലോകങ്ങളിലേക്ക് പോകുന്നു. അതിന്റെയും കാലാവധി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി പിന്നെ എന്താ പറഞ്ഞത്? ഇതിന്റെ രണ്ടാമത്തെ വേരുകൾ എന്ന് പറയുന്നത് ഭൗതിക ലോകത്തില് ആ പെട്ടുപോയിട്ടുള്ള ജീവാത്മാക്കളെ കുറിച്ചിട്ടാണ്, മനുഷ്യരെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. സെക്കൻഡറി വേരുകള്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് വിവരിച്ചിരുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകം ഒന്ന് ചേർന്നിട്ടാണ്. അപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലാശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദധാരി സുപകാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുത പദകമലം ശ്രീഗുരുർവൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം
സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖ നിതാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരൂപശ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ അനന്ത കോടി വൈഷ്ണവ വൃന്ദ की जय जय श्रीला प्रभुपाद की जय ജയ ഗുരു മഹാരാജ് की जय അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ വിട്ടുപോയിട്ടുള്ള ശ്യാം ചൈതന്യ പ്രഭു എന്ന ഒരു എന്റെ ശിക്ഷാഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാദങ്ങളില് പ്രണാമം ചെയ്യാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. അദ്ദേഹം ഒരു കറ കളഞ്ഞ ഒരു വൈഷ്ണവനാണ്. മറ്റുള്ളവരുടെ എന്താ പറയാ എല്ലാവരെയും കൃഷ്ണബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെൽഫ്ലെസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സെൽഫ്ലെസ് ആയിട്ട് കുടുംബവും ആരോഗ്യവും ഒന്നും നോക്കാതെ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അത്തരം ഒരു വൈഷ്ണവനെ കാണുക അല്ലെങ്കിൽ അസോസിയേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് നമുക്ക് ഭാഗ്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഇന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ യാത്ര, അദ്ദേഹത്തിന്റെ എന്താ പറയാ ആത്മീയ ശരീരം ഭഗവാന്റെ അടുത്തേക്ക് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. അപ്പോ നമ്മൾ ഇതില് 3ഉം 4ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചാണ് പറയുന്നത്. അപ്പൊ പുരുഷോത്തമ യോഗം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 3 4. നരൂപമസ്യേഹ തദോപലഭ്യത്തെ നന്ദോ നാചാദിർനാൻ സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂല സമംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തഥാ പദം തത് പരിമാർഗിതവ്യം തസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയാ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസൃതാ പുരാണി. അപ്പം ഇതിൽ എന്താ പറയുന്നത് ഭഗവാൻ എന്ന് വെച്ചാൽ നമുക്ക് ഭാവാർത്ഥം വായിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്കൊന്ന് വ്യത്യാസം വരുന്നില്ലേ മാതാജി? എന്താ മാതാജി? ശ്ലോകം വ്യത്യാസം വരുന്നുണ്ട് ഇതില്. മാതാജി ഒന്ന് വായിക്കോ? അസംഗ ശ്ലോകത്തില് വ്യത്യാസം വരുന്നുണ്ട് ഇതില്. മാതാജി ഒന്ന് വായിക്കോ എന്നാല്. അസംഗ അത് നരൂപമസ്യ കുറച്ചാ ചെറിയ അക്ഷരം. വായിക്കാം മാതാജി. നരൂപമസ്യേഹ തതോപലഭ്യതേ നാന്തോ നചാതിർന. അതാണ്. അത്രയൊന്നുമില്ല, ചെറിയ അക്ഷര വ്യത്യാസമേ ഉള്ളൂ. നരൂപമസ്യേഹ ഭഗവത്ഗീതയിൽ തന്നെ തതോപലഭ്യതേ. നാന്തോ നചാതിർനജ സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസിദ്ധ പുരാണി. അസംഗശസ്ത്രേണ എന്നുള്ളിടത്തിലല്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെറിയ വ്യത്യാസം. അത് ഈ ഇതിന്റെ മലയാളത്തിന്റെ ഒരു ഇതായിരിക്കും. ഓക്കെ, ഞാൻ ഇനി ശ്രദ്ധിക്കാം. വിവർത്തനമായി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്ത് കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ച ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ ആ ദിവ്യപദം കൂകി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാത്തിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. അപ്പൊ നമ്മള് ഒന്നാമത്തെ ശ്ലോകത്തില്
ആ ഒരു വൃക്ഷത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. ഭൗതിക ലോകമാകുന്ന വൃക്ഷം എന്താണ് എന്ന് പറഞ്ഞു. തലകീഴായിട്ടുള്ള ഒരു നിഴൽ, അല്ലെ, പ്രതിബിംബമാണ് ഭൗതിക ലോകം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അതിനെ കുറച്ചും കൂടെ അതിന്റെ ശാഖകൾ എന്താണ്, ചില്ലകൾ എന്താണ്, വേരുകൾ എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തെ എങ്ങനെ മുറിച്ചു മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മുറിച്ചു മാറ്റാനായിട്ട് ഭഗവാൻ ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതെന്തൊക്കെയാ നോക്കാം. അതായത് വിരക്തി, ഭക്തി, ദൃഢനിശ്ചയം. നമ്മളിപ്പോ ഭൗതിക ലോകത്ത് നിൽക്കുമ്പോ ഈ ഒരു വിവർത്തനത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ വേരെവിടെയാണ്, ഇതൊരു അവസാനം ഇല്ലേ, നമുക്ക് ഒന്നും തന്നെ എന്ത് കിട്ടില്ല, നമുക്ക് പിടികിട്ടത്തില്ല. അപ്പൊ അതിനാണ് ഭഗവാനും പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടെത്താൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ തന്നെയാണ് വന്നത്, ഇവിടെ തന്നെയാണ് പോകുന്നത്, നമുക്ക് ഇതാണ് ശരിക്കുള്ള നമ്മുടെ സ്ഥലം എന്ന് നമ്മൾ അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പൊ അത്രയും ദൃഢമാണ് ഈ ഒരു മായാലോകം എന്ന് പറയണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പക്ഷെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇവിടെ എത്ര ശ്രമിച്ചിട്ട് സന്തോഷം കിട്ടാത്തത്, സമാധാനം കിട്ടാത്തത്, അപ്പൊ എന്താണ് ഇതിന്റെ കാരണം. അപ്പൊ അങ്ങനെ ചിന്തിച്ച് നമ്മളുടെ ഉറവിടം തേടി നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ പിതാവ് ആരാണ്, പിതാവിന്റെ പിതാവാണ്, നമ്മൾ എവിടുന്നാണ് വന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ലാസ്റ്റ് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് എത്തും. ബ്രഹ്മാവിന്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മള് ക്ഷീരോദശകായ വിഷ്ണുവിലോട്ടൊക്കെ എത്തുന്നത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തുന്നത് എവിടെയാണ്, ഭഗവാനിലേക്കാണ്. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഒരു ഒരാളില്ല, അല്ലെ. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഒരു ഉത്തരം, അവസാനം എന്ന് പറയുന്നത്. തുടക്കവും അവസാനവും ആരാണ്, ഭഗവാനാണ്. അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിൽ നിന്നും മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് എന്താണ്, മറികടക്കുക. ഈ ഒരു വൃക്ഷത്തിന്റെ മുകളിലാണ് എന്തുള്ളത്, യഥാർത്ഥത്തിലുള്ള വൃക്ഷം ഉള്ളത്, അല്ലെ. അപ്പൊ ഈ ഒരു ഭൗതിക ലോകത്തിന്റെ വേര് വളരെ ഉറച്ചതാണ്. വേരെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ത്രിഗുണങ്ങള്. നമ്മളിപ്പോ കാണുന്ന കലിയുഗത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. ചതി, വഞ്ചന, അസൂയ, കാമം, ക്രോധം, ലോഭം, ആസക്തി, മതമാത്സര്യം, അല്ലെ. നമുക്ക് ആ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ. അതിന്റെ വേര് എന്താണ്, വളരെ ഉറച്ച വേരാണ്. അപ്പൊ നമ്മൾ ഇവിടെ കിടക്കുമ്പോ നമുക്ക് ഒരിക്കലും ആ വേര് മുറിച്ചു മാറ്റാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഭൗതിക ലോകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. 3 വഴികളാണ് അതിനുള്ളത്. ഒന്നാമത്തത് വിരക്തി, രണ്ടാമത്തത് ഭക്തി, മൂന്നാമത്തത് ദൃഢനിശ്ചയം. അപ്പൊ വിരക്തി എന്ന് പറയുന്നത് എന്താണ്, വിരക്തി എന്ന് പറയണത് ഒന്നിലും ഒരു ആരോടും ബന്ധമില്ലാതെ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, വിരക്തി എന്ന് പറയുന്നത് ഒരിക്കലും ആരോടും ബന്ധമില്ലാതെ അല്ലെങ്കിൽ എല്ലാത്തിന്നും മാറി നിൽക്കലല്ല, പക്ഷെങ്കില് എല്ലാത്തിന്റെയും നമ്മളുടെ ഒരു ഫോൾസ് ഈഗോ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് എല്ലാത്തിന്റെയും ഒരു അഹങ്കാരം ഉണ്ടല്ലോ, എല്ലാം എന്റേതാണ്, ഈ കുടുംബക്കാരായാലും എല്ലാം എന്റേതാണ്. നമ്മളിപ്പോ പറയില്ലോ പല സാധനങ്ങളും അതൊക്കെ എന്റേതാണ്. അപ്പൊ എല്ലാത്തിന്റെയും എന്റേതാണെന്നുള്ളൊരു ചിന്ത, ഉടമസ്ഥാവകാശം, അല്ലെ. ആ ഒരു കാര്യം, ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം, അല്ലെ. എല്ലാം ഭഗവാന്റേതാണ്. നമ്മളിപ്പോ താമസിക്കുന്ന വീടായാലും നമ്മള് നമ്മളുടെ കൂടെയുള്ള ആൾക്കാരായാലും എല്ലാം ഭഗവാന്റേതാണ്. നമുക്ക് തന്ന സൗകര്യങ്ങളായാലും എല്ലാം ഭഗവാൻ തന്നതാണ്, അല്ലെ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ എല്ലാത്തിനും ഉപരി നമ്മളിപ്പോ നമ്മളെന്ന് വിചാരിക്കുന്ന നമ്മള് ശരീരം ഉണ്ടല്ലോ, അതും നമുക്ക് ഭഗവാൻ തന്ന ഒരു സമ്മാനമാണ്, അല്ലെ. അതുപോലും നമ്മളുടേത് നമുക്ക് പറയാനില്ല. അപ്പൊ നമുക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് ഭഗവാൻ മാത്രാണ്. അപ്പൊ ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നിട്ട് എല്ലാത്തിനോടും നമുക്ക് അപ്പൊ തോന്നുന്ന ഒരു സംഭവമുണ്ട്, എന്താണ്, ഇതൊന്നും എന്റേതല്ല എന്നൊരു തിരിച്ചറിവ്. അതിനെയാണ് വിരക്തി എന്ന് പറയുന്നത്. അപ്പോ ഇതൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, മാനസികമായിട്ട് നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ നമ്മളെ കർത്തവ്യം ചെയ്യുന്നുണ്ട്. ഒരു അമ്മയായിട്ടും അല്ലെങ്കിൽ ഒരു മകളായിട്ടും അല്ലെങ്കിൽ ഒരു നമ്മളുടെ പല പല കർത്തവ്യങ്ങൾ നമുക്കുണ്ട്, അല്ലെ. അപ്പൊ ആ കർത്തവ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സുകൊണ്ട് നമ്മൾ അതിലൊന്നും എന്താവുന്നില്ല, അറ്റാച്ച്ഡ് ആവുന്നില്ല. എന്തിലൊന്നും നമ്മള് അല്ലാതെ അതിലോട്ട് ആസക്തരാവുന്നില്ല. അപ്പൊ അങ്ങനെ ആസക്തരല്ലാതെ ആ ഒരു വിരക്തിയിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയാ, മനസ്സ് എവിടേക്ക് പോകും, മെല്ലെ മെല്ലെ ഭഗവാനിലേക്ക് പോകും. ഭഗവാനിലേക്ക്, ഭഗവാന്റെ നാമത്തിലേക്ക്, ഭഗവാന്റെ മഹിമയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അതാണ് വിരക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ വിരക്തി ഉണ്ടാവണമെങ്കിൽ അത്ര എളുപ്പമല്ല. പക്ഷെങ്കിൽ നമ്മൾ ഭക്തി, വിരക്തി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ,
ഭക്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് നമുക്കറിയാം, ഭക്തി പ്രക്രിയകളുണ്ട് അല്ലെ? 9 തരത്തിലുള്ള ഭക്തി പ്രക്രിയകളുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, വന്ദനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 9 പ്രക്രിയകളുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മൾ ഉറക്കെ ജപിക്കുകയാണെങ്കിൽ നമ്മളത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഭഗവാന്റെ മഹിമകൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മഹിമകൾ നമ്മൾ ഓർക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒറ്റയടിക്ക് ആയിക്കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമുക്ക് പ്രഭുപാദർ തന്നെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിൽ തന്നിട്ടുണ്ട് അല്ലെ? ഗ്രന്ഥങ്ങൾ രൂപത്തില്, സത്സംഗങ്ങളുടെ രൂപത്തില്, അല്ലെ? അപ്പൊ ആ ഒരു തിരിച്ചറിവ് നമ്മൾ മെല്ലെ മെല്ലെ, ഈ ഒരു ഡിറ്റാച്ച്മെന്റ് നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ ഭക്തിയിലേക്ക് മുന്നേറണം. ഡിറ്റാച്ച്മെന്റ്, ആ ഒരു വിരക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഭക്തിയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഭക്തിയിൽ നമ്മൾ എങ്ങനെ മുന്നേറാൻ പറ്റും? പ്രഭുപാദർ പ്രഭുപാദറിലൂടെ. അപ്പൊ പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നില്ല, എന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഭുപാദറിനോട് സംസാരിക്കാൻ പറ്റും അല്ലെ? ഗ്രന്ഥങ്ങൾ വായിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അറിവ് വികസിക്കും അല്ലെ? ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. സത്സംഗങ്ങളിൽ പോകുമ്പോൾ ഭക്തന്മാരായിട്ടുള്ള അസോസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് വൈഷ്ണവ സേവയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മെല്ലെ മെല്ലെ നമ്മളെ സാധന വളർത്തിയെടുത്തുകൊണ്ട് ഭക്തിയിൽ നമ്മൾ മുന്നേറാൻ പറ്റും. പിന്നെ ഒന്നാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത്. അതെന്താ പറയണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ തൊട്ടടുത്തൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിതൽ പുറ്റ് എന്ന് പറഞ്ഞല്ലേ, ഉറുമ്പിന്റെ പുറ്റ് എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ നമ്മള് സാധാരണ നാട്ടിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഈ ഒരു ഉറുമ്പിന്റെ പുറ്റ് എന്ന് പറയുന്നത്. കാരണം അത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അങ്ങനെ ഒരു പുറ്റുണ്ടാക്കി കൊണ്ടുവരുന്നത്. അതായത് കുഞ്ഞു കുഞ്ഞു മണ്ണ് അല്ലെ, ഓരോ ഉറുമ്പും ഇങ്ങനെ ചെറിയ ചെറിയ മണ്ണ് ഇങ്ങനെ കൊണ്ടുവന്ന് എത്രയോ എത്രയോ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പുറ്റുണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഭക്തിയിലെ ഓരോരോ ദിവസവും നമുക്ക് ഒരുപാട് ചാലഞ്ചുകൾ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തളർന്നു പോകാൻ പാടില്ല. ഭക്തി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ വന്നാലും ഞാൻ ഇതിന്ന് പുറത്തേക്ക് പോവില്ല, ഞാൻ ഇത് വിടത്തില്ല, ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാവണം. അങ്ങനെ എന്ത് വന്നാലും ഭഗവാനെ വിടാണ്ട്, കണ്ടില്ലേ ആ ഒരു വരൾച്ചയിലും കൂടെ ആ ചെടി, ആ ഒരു സംഭവം ഉണ്ട്. ഇതാണ് ദൃഢനിശ്ചയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭഗവാനെ ഭക്തിയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പോ നമ്മൾ സാധന എന്ന് ഉദ്ദേശിച്ച് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, നാമജപം ആയിക്കോട്ടെ, സത്സംഗങ്ങളായിക്കോട്ടെ, ഒരിക്കലും നമ്മൾ വിടാൻ പാടില്ല. അപ്പൊ നമുക്കറിയാം, കലിയുഗം എന്ന് പറയണത് അത്ര നമുക്ക് ഈസി അല്ല. ഭഗവാനെ വിളിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും നാരദരുടെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് കലിയുഗത്തിലെ മനുഷ്യർക്കുള്ളത്. പല പല ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയും. നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൗതിക ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ? പല പല അസത്സംഗങ്ങൾ നമുക്കുണ്ട്, അവരുടെ വിഷയങ്ങളുണ്ട്, സീരിയലിലെ കഥകളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് എന്ത് തരത്തില്ല? സന്തോഷം, സമാധാനം ഒന്നും തരത്തില്ല. അത് നമ്മളെ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയുള്ളൂ അല്ലെ? സീരിയലുകൾ, ഇപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന സീരിയലുകളിലൊക്കെ എന്താ ഉള്ളത്? ഈ പ്രായമായ ആൾക്കാരൊക്കെ അതിലിങ്ങനെ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അതിലെന്താ ഉള്ളത് ശരിക്കും പറഞ്ഞാ? കുറെ കുശുമ്പ്, കുന്നായ്മ, വിഹിതം അല്ലെ? അങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷവും സമാധാനം നമുക്ക് തരുന്ന ഒന്നും തന്നെ അതിലില്ല അല്ലെ? അപ്പൊ ഇതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം മാക്സിമം ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ വിചാരിക്കും, ഞാൻ അങ്ങനെയല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെട്ടു, ഞാൻ അയാളോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നല്ലോ, എന്റെ സ്വഭാവം അങ്ങനെ അല്ലായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ അയാൾക്ക് അത്രമാത്രം സ്നേഹം കൊടുത്തല്ലോ, പക്ഷെ അയാൾ എന്താ എനിക്ക് തിരിച്ചു തരാത്തെ? അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കൊന്നും മനസ്സിലാവില്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ഭൗതിക ലോകം അങ്ങനെയാണ്. ഒരുപാട് കെട്ടുപാടുകൾ പറയും. അതായത് നമ്മളിപ്പോ ഒരു കയറിങ്ങനെ കുടുങ്ങി കുടുങ്ങി കിടക്കുന്ന കുറെ കുരുക്കുകളില്ലേ, അതുപോലെ ഒരുപാട് കുരുക്കുകൾ ചേർന്നതാണ് ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകൾ. അപ്പൊ ഒരുപാട് കുരുക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ കുരുക്കിനെ അഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? മുറിച്ചു കളയേണ്ടി വരും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭൗതിക ലോകത്ത് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇങ്ങനെ ഓരോന്നും എന്താന്ന് കണ്ടുപിടിച്ച് അതിനെ നമുക്ക് തിരുത്തി കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈ ഒരു ഭൗതിക ലോകത്തുനിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങൾ നമ്മൾ, അതാണ് ദൃഢനിശ്ചയത്തോടെ, അതായത് നിത്യവും കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് വന്നാലും വിടാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു മാല ജപമെങ്കിൽ ഒരു മാല ജപം, അത് വൃത്തിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
അപ്പൊ ഹരേ കൃഷ്ണ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെല്ലെ മെല്ലെ ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റും. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങളാണ് ഒരു മൂന്നും നാലും ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് ഭൗതിക ലോകത്തിന്റെ ഒരു കെട്ടുപാട്, അല്ലെ ഭൗതിക ലോകമാകുന്ന മരത്തെ മുറിച്ചു കളയാം എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പൊ ഭാവാർത്ഥം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഭഗവാൻ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഭൗതിക ലോകത്തില് എന്താണ് സംഭവിക്കുന്നത്, അല്ലെ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ദേഷ്യപ്പെട്ടു, എനിക്ക് എന്തുകൊണ്ട് അസൂയ വന്നു, അയാൾ എന്നോട് എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷെ ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് കലിയുഗം അങ്ങനെയാണ്, അല്ലെ? ഒരുപാട് കുരുക്കുകളാണ്. ഈ കുരുക്കുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുറിച്ചു മാറ്റാൻ പറ്റും. എങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റും? ഈ ഡിറ്റാച്ച്മെന്റും, അതായത് വിരക്തി, ഭക്തി, ദൃഢനിശ്ചയം, ഈ മൂന്ന് കാര്യവും നമ്മള് വളരെ ശ്രദ്ധയോടെ വളരെ നിത്യേന നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൗതിക ലോകമാകുന്ന മരത്തെ നമുക്ക് മുറിച്ചു മാറ്റിക്കൊണ്ട് യഥാർത്ഥ വൃക്ഷം, അല്ലെ? യഥാർത്ഥ വൃക്ഷം എവിടെയാ ഉള്ളത്? ഭഗവാന്റെ അടുത്താ ഉള്ളത്. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു ഇതാണ് ഗോലോക വൃന്ദാവനം, അല്ലെ? അപ്പൊ ഈ ഒരു ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ആ ഒരു യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ സന്തോഷം ഒക്കെ അവിടെയാ ഉള്ളത്, അല്ലെ? അപ്പൊ ആ ഒരു യഥാർത്ഥ ബന്ധത്തിൽ നമുക്ക് ശാശ്വതമായിട്ട് ഭഗവാന്റെ നിത്യദാസരായിട്ട് അവിടെ വസിക്കാനായിട്ട് പറ്റും. അപ്പൊ അതായിരിക്കണം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അപ്പൊ അതിന് നമുക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും, നിത്യേന പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നിത്യ സാധന ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ അതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് തന്നെയാണ് ഭഗവാനും പറയണത്. അഭ്യാസേനാത്തു കൗന്ദേയ, അല്ലെ? നിത്യമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തോറ്റു പോകത്തില്ല. ഭഗവാൻ ഒരിക്കലും തന്റെ ഭക്തന്മാരെ കൈവിടില്ല. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദ കി ജയ്. നാമാചാര്യ ഹരിദാസ് ഠാക്കൂര കി ജയ്. വരും ദിവസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വൃക്ഷത്തെ കുറിച്ചും എന്താണ് ഭഗവാൻ പറയുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഭൗതിക ലോകത്തിൽ നിന്ന് മറികടക്കാനുള്ള വിദ്യകൾ എന്തൊക്കെയാണെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ നമുക്ക് അതിങ്ങനെ മെല്ലെ 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 അതിന്റെ ഓരോ ഘട്ടങ്ങളിലേക്കും പോവാം. ജയ ശ്രീല പ്രഭുപാദ് കി ജയ്. ജയ ഗുരു മഹാരാജ് കി ജയ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. വരും ദിവസങ്ങളിൽ ഞാന് പറഞ്ഞോ മാതാജി. മാതാജി പറഞ്ഞില്ലേ ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്ത് കാണുകയില്ല. മാതാജി. ആ ഭാഗം കുറച്ചൊന്നും കൂടെ ഒരു പോയിന്റ് ആക്കിയിട്ടൊന്ന് പറഞ്ഞില്ല. അതായത് ഭൗതിക ലോകം നമുക്ക് ഇല്ലേ, അതായത് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഇതിന്റെ വേരുകൾ, ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന്റെ വേരുകൾ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ പറയാറില്ല, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കാമം, ക്രോധം, ലോഭം, ആസക്തി. അപ്പൊ ഇതിന്റെ മറ്റുള്ളവരെ ചതിക്കാനുള്ള അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് കൊണ്ട് ഈ ഒരു ഭൗതിക ലോകത്തിന്റെ വൃക്ഷം വളരെ സ്ട്രോങ് ആണ്, വളരെ ആഴത്തിലുള്ളതാണ്. അപ്പൊ നമുക്കൊരിക്കലും ഇതിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. ഇതിനെല്ലാം നമ്മൾ എന്താണ് ഇങ്ങനെ, ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം തേടാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മളെ ജീവിതത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമല്ല. നമ്മൾ സ്വന്തം ലൈഫിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചീത്ത കേൾക്കേണ്ടി വരും, അല്ലെ? നമ്മള് നല്ലത് ചെയ്താലും ചിലപ്പോ ചീത്ത കേൾക്കേണ്ടി വരും. ചിലപ്പോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളടുത്ത് എന്താ പറയാ, നമ്മളെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ദുരനുഭവം ഉണ്ടാവും, നമ്മളെ അയാൾ വേദനിപ്പിക്കുന്നുണ്ടാവും, അല്ലെ? നമ്മൾ നല്ലത് ചെയ്താലും നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഭൗതിക ലോകം അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ആരെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ എത്രമാത്രം ഇവിടെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല.
നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ കടമ ചെയ്യണം, നമ്മുടെ കർത്തവ്യം ചെയ്യണം. നമ്മൾ ഇവിടെ ആരോടും ഒന്നിനോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആസക്തരാവാൻ പാടില്ല. ആസക്തി വരുമ്പോ സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഈ ഒരു ഭൗതിക ലോകമാകുന്ന മരത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ പതിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഈ ഒരു കുരുക്കിൽ നിന്ന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഒരു പറഞ്ഞ ഭക്തിയാകുന്ന ഒരു പ്രക്രിയ നമ്മൾ ദൃഢനിശ്ചയത്തോടെ ദിവസവും ചെയ്യണം, വിരക്തി കൊണ്ട്. അപ്പൊ വിരക്തി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഭക്തി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെ? എല്ലാം എന്റേതാണ്, എനിക്ക് എല്ലാവരും ഉണ്ട്, ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ അടുത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? അപ്പൊ ഇത് സന്തോഷാണ്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ട്, നമ്മൾ ആദ്യം തിരിച്ചറിയണം, അല്ലെ? ഈ ലോകം ഇങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് അവസാനം പ്രശ്നങ്ങളെ വരത്തുള്ളൂ. അപ്പൊ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ദുഃഖാലയമാണ്, അശാശ്വതമാണ്. അപ്പോ എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പൊ അതിനുള്ള മാർഗം നമുക്ക് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പോ എത്ര നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ ചെയ്യുന്ന കാര്യങ്ങളെ വൃത്തിക്ക് എങ്ങനെ ദിവസവും ചെയ്യാം, നിത്യേന ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മാല ജപാണ്, ഒരു മാല ജപം. അപ്പൊ ഭഗവാനോട് കീർത്തനം പാടിക്കൊടുക്കുകയാണ്, കീർത്തനം പാടിക്കൊടുക്കുക. അങ്ങനെ മറ്റുള്ളവരെയും കൂടി നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം പുരുഷോത്തമ മാസം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട മാസമാണ്, ഭഗവാൻ അത്ര ഇഷ്ടപ്പെട്ട മാസമാണ്. അപ്പൊ ഒരാളെ കൊണ്ടെങ്കിൽ നമുക്ക് നാമം ജപിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം വേറെയില്ല. ഭഗവാനെ നമ്മൾ വളരെ പ്രിയപ്പെട്ടവരാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക നമ്മളത് ശ്രമിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഹരേ കൃഷ്ണ. എല്ലാരോട് പറഞ്ഞാലും വരൂല മാതാജി, എത്ര പറഞ്ഞ് ആർക്കും അതിനൊന്നും ഒരു അതെ അതെ, താല്പര്യമില്ലാത്ത പോലെയാ. അത് എന്താ അതത്ര ഒരു എളുപ്പമല്ല ദിവസം മാതാജി, വന്ന് ഭഗവാൻ. അതാ ഞാൻ ഓരോരുത്തരോട് പറയേ, വീടിന്റെ അടുത്തുള്ളവരോട് ഒരു ദിവസം വന്നു നിങ്ങൾ ഹരീഷിനോട് എന്നിട്ട് ഉം 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 അത് വരും വരും എന്നാ പറയല്ലാണ്ട് ഇനിയും അതെ അതെ. വരുന്നില്ല. ഒന്നാമത് ഇപ്പത്തെ അതെ. ജനറേഷന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്ന സാധനത്തിൽ കുറെ റീൽസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതായത് യഥാർത്ഥമല്ലാത്ത എന്തിനോ യഥാർത്ഥമായിട്ട് കാണിക്കുക. അപ്പൊ അതിനൊക്കെ പുറകെ ട്രെൻഡ്, അത് ഇത്, അപ്പൊ അതിനൊക്കെ ഇങ്ങനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് തിരക്കിലാണ് ഇന്നത്തെ ആൾക്കാർ. എന്തിനോ ഒന്നും അറിയാത്ത തിരക്ക് എന്നൊക്കെ പറയില്ലേ, എവിടേക്കാന്ന് അറിയാത്ത ഓട്ടത്തിലാണ് ആൾക്കാർ. അപ്പൊ അതിന്റെ ഒക്കെ ഇടയിൽ ഭഗവാനെ തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. നമ്മൾ തന്നെ ഇപ്പൊ ഒരു പ്രാവശ്യം ഇവിടെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ഏതോ ഒരു വൈഷ്ണവനെ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലോ അതിന് മുന്നത്തെ ജന്മത്തിലോ എപ്പോ ഒരിക്കല് ആത്മാർത്ഥമായിട്ടോ അറിയാണ്ടോ എങ്ങനെയോ ഒന്ന് സേവിച്ചു പോയിട്ടുണ്ടാവാം. ഒരു വൈഷ്ണവന്റെ നമ്മൾ എന്തോ ഒരു കാൽപാദങ്ങള് സ്പർശിക്കുകയോ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ജന്മത്തിൽ നാമം ജപിക്കാനെങ്കിലും കഴിഞ്ഞത്. അപ്പൊ അത് നിസ്സാര കാര്യമല്ല. അപ്പൊ നമുക്ക് ആ ഒരു അതിന്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനപ്പനയിൽ പറയുന്ന പോലെ മനുഷ്യജന്മം കിട്ടിയത് അത്ര നിസാരമായിട്ടല്ല, അല്ലെ? ഈ ദേവന്മാര് പോലും കൊതിക്കുന്നുണ്ട് കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മം ലഭിക്കാൻ, ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും ഈ കലിയുഗത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താണ്? നാമജപം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാത്തിനെയും മറികടക്കാൻ പറ്റും. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാണ്ട് അതിനെ മഹത്വം അറിയാണ്ട് വിട്ടുപോയാൽ കഴിഞ്ഞാല് അതിനേക്കാളും വലിയൊരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് വേറെ ഇല്ല. അപ്പൊ ഭഗവാൻ ഒരിക്കലും നമ്മൾ ഒന്നിനും ഫോഴ്സ് ചെയ്യത്തില്ല, ഒന്നിനും. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വെൽവിഷറാണ്, നമ്മളെ ഏറ്റവും വലിയ സുഹൃത്താണ്. അദ്ദേഹത്തിന് നമ്മൾ ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്താണോ, നമ്മുടെ ഉള്ളിൽ അദ്ദേഹം ഉണ്ട്, അല്ലെ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ പരമാത്മാവായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഭഗവാൻ നമുക്ക് ഓരോന്ന് തരുന്നത്. അപ്പൊ നമുക്ക് പല പല ഭൗതിക ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. എനിക്ക് അത് വേണം, ഇത് വേണം, കാറ് വാങ്ങണം, വീട് വാങ്ങണം. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെങ്കിൽ ഭഗവാൻ ആ വഴിക്ക് നമ്മളെ വിടും. അതല്ല, എനിക്ക് ഭഗവാനാണ് അൾട്ടിമേറ്റ്, ഭഗവാനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ എന്ന് നമ്മൾ ഭഗവാനെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിലോ ബാക്കിയൊക്കെ മെല്ലെ മെല്ലെ ഭഗവാൻ നോക്കിക്കോളും. അപ്പൊ നമ്മൾ ആഗ്രഹമാണ് അൾട്ടിമേറ്റ്ലി. എനിക്ക് സത്സംഗം വേണം, എനിക്ക് നാമം ജപിക്കണം, എനിക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള അവസരം ഒരുക്കി തരും. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവർ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഭഗവാന്റെ പ്രസാദങ്ങൾ കൊടുക്കുക.
അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിക്കാൻ പറ്റുക അത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് പുരുഷോത്തമ മാസത്തില് 1000 മടങ്ങാണ് ഫലം കിട്ടുക. അതായത് കാർത്തിക മാസത്തിനേക്കാളും 1000 മടങ്ങ് എന്നാ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതൊന്നും ശരിക്കും ഒരു എന്താ പറയാ